സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ലോകകപ്പ് അതിൻ്റെ ആവേശകരമായിട്ടുള്ള മത്സരങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. മികച്ച മത്സരങ്ങളിലേക്ക് ലോകകപ്പ് മാറുന്നു എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നു. വൻകിട ടീമുകളെ വെല്ലുവിളിക്കാൻ തക്ക ശേഷിയുള്ള മറ്റു ടീമുകളും കടന്നു വരുന്നു എന്നുള്ളതാണ് ബ്രസീൽ മൊറോക്കോ മത്സരം നൽകുന്ന സൂചന. എന്തായാലും എനിക്കൊപ്പം ഫൈസൽ ഹംസയും ചേരുന്നു, ജയേഷ് പൂക്കോട്ടുമുണ്ട്. ഫൈസൽ, ഇത് ഒരു കൃത്യമായിട്ടുള്ള സൂചനയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബ്രസീലിനെ അല്ല, ആഗ്രഹിച്ച പോലെയുള്ള ഒരു ബ്രസീലേ ആയിരുന്നില്ല ഇന്നലെ കളത്തിൽ കണ്ടത്. അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒരു ഏകോപനമില്ലായ്മ, താരങ്ങൾക്കിടയിലുള്ള ഐക്യമില്ലായ്മ, കളി മെനയുന്നതിലെ ഒരു ധാരണാ പിശക്, അത്തരം കളി മെനയാനുള്ള താരങ്ങളുടെ അഭാവം, നെയ്മറിൻ്റെ അഭാവം പ്രകടമായിരിക്കുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ ഘട്ടത്തിലും എടുത്തെടുത്ത് പറയാൻ കഴിയുന്ന പിഴവുകൾ നിറഞ്ഞ ഒരു മത്സരം, ഒരു മത്സര ചിത്രം. മറുഭാഗത്ത് മൊറോക്കോ അതിഗംഭീരമായി അവരൊരു മുന്നറിയിപ്പ് നൽകുകയാണ് മറ്റുള്ള ടീമുകൾക്ക്. കഴിഞ്ഞ തവണ സെമി ആയിരുന്നെങ്കിൽ ഇത്തവണയും അത് തന്നെ സാധ്യമാക്കാൻ കഴിയുമെന്നുള്ളൊരു സൂചന അവർ നൽകുന്നു. മത്സരം എങ്ങനെയായിരുന്നു? ആശ്വാസം എന്നാണ് ഈ മത്സരം കണ്ട ശേഷം എല്ലാ ബ്രസീലിയൻ ആരാധകരും, ഒരുപക്ഷെ കോച്ച് കാർലോ ആൻചലോട്ടി വരെ പറയാൻ സാധ്യതയുള്ള ഒരു വാക്ക്. ബ്രസീൽ ഒരുപക്ഷെ ഈ മത്സരം തുടങ്ങുമ്പോൾ തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തമായ മത്സരം എന്ന് വിലയിരുത്തിയ മത്സരമാണിത്. ബ്രസീൽ പക്ഷേ വിജയം പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ കളിയുടെ തുടക്കത്തിൽ തന്നെ ഈ മത്സരത്തിൻ്റെ ഗതി എന്താകുമെന്നുള്ള സൂചന നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ആ തരത്തിലേക്ക് ഇത് പോകാതെ രക്ഷപ്പെട്ടത് വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരൊറ്റയാൾ പോരാട്ടമായിരുന്നു എന്ന് പറയേണ്ടി വരും. എന്താണോ കളിക്ക് മുമ്പ് ബ്രസീലിനില്ലാത്തത്, ബ്രസീലിൻ്റെ പോരായ്മ എന്താണ് എന്ന് എല്ലാ ഫുട്ബോൾ പണ്ഡിറ്റുകളും വിലയിരുത്തിയ കാര്യങ്ങൾ തന്നെയാണ് കളിക്കളത്തിൽ കൃത്യമായി നേളിച്ചത്. ബ്രസീലിനൊരു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, ശൂന്യമായിരുന്നു എന്നുള്ളതാണ്. മറുവശത്ത് മൊറോക്കോയ്ക്ക് അവരാ സ്പേസ് കൂടി എടുത്തുകൊണ്ട് പൂർണ്ണമായും മിഡ്ഫീൽഡ് നിയന്ത്രിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കളി കണ്ടതാണ്. അമ്രബാത്തിൻ്റെ ആണെങ്കിലും ഡയസിൻ്റേതാണെങ്കിലും അവർ പൂർണ്ണമായും, ബോധിയുടെ ആണെങ്കിലും അവർ ആ മത്സരം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറുവശത്ത് ബ്രസീലിൻ്റെ വിങ് ബാക്കുകളുടെ പ്രോബ്ലം നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അതും കൃത്യമായി നിഴലിച്ചു എന്നുള്ളതാണ്. ഇതിനൊന്നും ഡോൺ കാർലോക്ക് കൃത്യമായ ഒരു പരിഹാരം കാണാൻ ആദ്യ മത്സരം കഴിയുമ്പോൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറുവശത്ത് ബ്രസീലിന് പ്രതീക്ഷയുണ്ടായിരുന്ന ഇടങ്ങളിൽ പോലും വീക്ക് പോയിന്റുകൾ ഉണ്ടായി എന്നുള്ളതാണ്. റഫീഞ്ഞയാണ് ഇടത് വിങ്ങിൽ വിനീഷ്യസ് നന്നായി കളിച്ചു എന്ന് പറയുമ്പോൾ പോലും റഫീഞ്ഞ ബാഴ്സലോണയിൽ അദ്ദേഹം കളിക്കുന്നതിൻ്റെ 10-1 പോലും നന്നായി കളിച്ചില്ല എന്നുള്ളതാണ്. സുവർണാവസരങ്ങൾ അദ്ദേഹം നഷ്ടപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, ആ വിങ്ങിൽ നിന്ന് ഭാവനാസമ്പന്നമായ ഒരു മൂവ് പോലും ആദ്യ പകുതിയിൽ ഉണ്ടായില്ല. രണ്ടാം പകുതിയിൽ ഡാനിലോ വന്ന ശേഷം പിന്നീട് കുറച്ചുകൂടെ ആ വിങ് ഉണ്ട്, അങ്ങനെയൊരു വിങ് ബ്രസീലിനുണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരേ സമയം ഇപ്പോൾ സമനില എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ഫലം ബ്രസീലിന് പരിശുദ്ധമാകുന്നില്ല. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നഷ്ടക്കണക്ക് തന്നെയാണ്. മുന്നേറ്റ നിരയാണെങ്കിലും മധ്യനിരയാണെങ്കിലും പ്രതിരോധ നിരയാണെങ്കിലും ബ്രസീലിൻ്റെത് ഒരുപോലെ അവരുടെ വീക്ക് പോയിന്റുകൾ വെളിവാക്കപ്പെട്ട ഒരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ ആദ്യത്തെ അരമണിക്കൂർ നോക്കുകയാണെങ്കിൽ ജയേഷേ, അവിടെ ബ്രസീൽ എന്നൊരു ടീം അവിടെ കളത്തിലുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കുകയായിരുന്നു. എവിടെ നോക്കിയാലും മൊറോക്കൻ താരങ്ങൾ നിറഞ്ഞു കളിക്കുന്ന ഓട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 സ്പ്രിൻ്റർമാരെ ബ്രസീൽ ടീമിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള യുവനിരയോട് ഓടിപ്പിടിക്കാൻ തക്ക ശേഷിയുള്ള ഒരു താരത്തെ നമ്മൾ കാണുന്നില്ല. അവരുടെ ആദ്യ ഗോൾ തന്നെ അതിന് തെളിവാണ്. ഏതാണ്ട് ഒരു ലെഫ്റ്റ് ബാക്കിൽ നിന്ന് തുടങ്ങുന്ന മൊറോക്കോയുടെ നീക്കങ്ങൾ അത് വലത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെ അഷറഫിലൂടെ അത് മുന്നിലേക്ക് വരുന്നു. അത് കൃത്യമായിട്ട് ഫിനിഷിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ നോക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. കൃത്യമാണ്. അപ്പോൾ സംഭവിക്കാവുന്ന ബ്രസീലിനെ സംബന്ധിച്ച് ഇനിയുള്ള ഒരു കാര്യം എന്താണ് മുന്നോട്ട് വെക്കാനുള്ളതെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു ഈ കളിയോടുകൂടി. അതായത് ടീം എന്ന നിലയിൽ അവർക്ക് ഒത്തിണക്കം കാട്ടാൻ കഴിയുന്നില്ല, ഒരു ഏകോപനമില്ല എന്ന് ഏകോപനം സാധ്യമാകാത്ത സാഹചര്യത്തിൽ അവരുടെ ഏറ്റവും മികച്ച കളിക്കാരനിലേക്ക് പന്തെത്തിക്കുക, അയാളെ കൊണ്ട് സ്കോർ ചെയ്യിക്കുക, ഇതാണ് ഇന്ന് നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് അവരൊരു ഗ്യാപ്പ് കണ്ടെത്തി വിനീഷ്യസ് ജൂനിയറിലേക്ക് പന്ത് എപ്പോൾ എത്തിയോ അവിടെ അത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള നമ്മൾ റയലിലടക്കം കണ്ടിട്ടുള്ള തരത്തിലേക്കുള്ള സ്കോറിംഗ് മികവിൽ അത് സമനില നേടുന്നത്. ഇതാണ് സംഭവിക്കുക. ഈ ഒരു ഗെയിം പ്ലാനും വെച്ചുകൊണ്ട് ആഞ്ചലോട്ടിയുടെ തന്ത്രജ്ഞതയൊക്കെ നമുക്ക് മുന്നിൽ നിരത്താമെങ്കിലും എവിടെ വരെ പോകും എന്നുള്ള കാര്യം സംശയം തന്നെയല്ലേ? ആഞ്ചലോട്ടി കയ്യിലുള്ള വിഭവം വെച്ചിട്ടാണല്ലോ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുള്ളൂ. അതിൻ്റെ പരമാവധി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് മൊറോക്കോക്കെതിരെ സമനില പിടിക്കാൻ കഴിഞ്ഞത്, തോൽക്കാതിരുന്നത് ബ്രസീലിൻ്റെ ഭാഗ്യം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ
ഫൈനൽ 11 അദ്ദേഹം പൊളിച്ചത് നമുക്ക് നോക്കാം. കൃത്യം സ്കെൽറ്റനാണ്, സെൻറ്ററാണ് അദ്ദേഹം പൊളിച്ചു മാറ്റിയുള്ളത്. അപ്പോൾ കസമീറോയെ അവിടെ മാറ്റുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയൊരു വാണിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഗിമാറസിനെ മാറ്റുന്നുണ്ട്, പക്കയെ മാറ്റുന്നുണ്ട്, ഇഗാർത്തിയൊക്കെ മാറ്റുന്നുണ്ട്. എല്ലാം ഏകദേശം സെൻട്രൽ ലൈന് കേന്ദ്രീകരിച്ച് കളിക്കുന്ന പ്ലേയേഴ്സിനെയാണ് മൊത്തം ആഞ്ചലോട്ടി മാറ്റിയിട്ടുള്ളത്. വിങ് ഏറെക്കുറെ, റൈറ്റ് വിങ് മാറ്റിയെങ്കിലും വിങ് ഏറെക്കുറെ അവിടെ ഉണ്ട്, ഫ്രണ്ടിലായാലും ബാക്കിലായാലും. അപ്പോൾ അത് തന്നെയാണ് ബ്രസീലിൻ്റെ പ്രശ്നം. ഒരു ഫസൽ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ഇല്ല എന്നുള്ളത്. ആ റോളിലേക്ക് ഇന്ന് വന്നത് പക്കേറ്റയായിരുന്നു. പക്കേറ്റയാണെങ്കിൽ മഹാബദ്ധമായിരുന്നു എന്നുള്ള കാര്യത്തിലൊരു തർക്കം ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ നെയ്മറൊക്കെ കളിച്ചിരുന്ന പോലെ വളരെ കൃത്യമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറുടെ അഭാവം കൃത്യമായിട്ട് അതിനകത്തുണ്ടായിരുന്നു. ആ ഒരു പൊസിഷൻ ക്ലിയർ ചെയ്യാൻ പാകത്തിലുള്ള, അല്ലെങ്കിൽ അത് കവർ ചെയ്യാൻ പാകത്തിലുള്ള പ്ലെയർ ബ്രസീൽ സ്ക്വാഡിലില്ല എന്നുള്ളത് വരും മത്സരങ്ങളിൽ, അടുത്തൊരു ടൈറ്റ് മത്സരങ്ങളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും, അതായത് നോക്കൗട്ട് മത്സരങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ആഞ്ചലോട്ടിക്ക് വലിയ തലവേദനയാകും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ മൊറോക്കോയുടെ ഒരു പേസിൻ്റെ ഒപ്പം പിടിച്ചേക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടു. ആദ്യത്തെ 12 മിനിറ്റിൽ 6 ഗോൾ ശ്രമങ്ങളാണ് മൊറോക്കോ നടത്തിയത്. ആദ്യത്തെ 12 മിനിറ്റിൽ 6 ഗോൾ ശ്രമങ്ങൾ. ബ്രസീലിനാണ് 6 ഫൈനൽ തേർഡിൽ അവിടെ എത്തി. തിരിച്ചിങ്ങോട്ടൊന്നും വരുന്നില്ല. ഒരു 14 മിനിറ്റിലാണ് ഒരു ശ്രമം വരുന്നത്. അത് നല്ലൊരു ചാൻസ് ആയിരുന്നു വിനീഷ്യസ് ഉണ്ടാക്കിയത്. പക്ഷെ അത് ഇഗാർത്തിയോയ്ക്ക് ഹെഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് തലയിൽ തട്ടി പുറത്തേക്ക് പോകണുണ്ടായത്. അത് പക്ഷേ മത്സരഫലം മാറുമായിരുന്നു. പക്ഷേ മത്സര ഗതിക്കനുസരിച്ച് തന്നെയാണ് ഫസ്റ്റ് ഗോൾ വരുന്നതും. അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് ഇസ്മായിൽ ചെയ്തിട്ടുള്ളത്. ബ്രാഹിം ഡയസിൻ്റെ ഒരു പക്ക ത്രൂ ബോളായിരുന്നു. ഓടിയെടുക്കുമ്പോൾ നമ്മൾ ആ സ്ലോ മോഷനെ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഡിഫൻഡേഴ്സ് അദ്ദേഹത്തിന് പിന്നാലെ ഓടുന്നുണ്ട്, പക്ഷേ ഓടിപ്പിടിക്കാൻ കഴിയുന്നില്ല. അലീസിന് ഫ്രണ്ടിൽ നിന്ന് ഓടി വന്നു, പക്ഷേ അദ്ദേഹം വേറെ ഫേക്കിങ്ങിനെ മറ്റും ശ്രമിക്കാതെ അലീസിൻ്റെ തലയ്ക്ക് മുകളിലൂടെ ഒരു ലോബിയാണ് ആ ബോൾ ചെയ്തത്. അങ്ങനെ അനായാസം ഇത് വലയിലായി. പിന്നീട് അല്പമെങ്കിലും ഒരു 30 മിനിറ്റിന് ശേഷമാണ് ബ്രസീൽ പിന്നെയെങ്കിലും ഒന്ന് കളിക്കാൻ തുടങ്ങിയത്. കുറച്ചും കൂടി ഒന്ന് ഫിസിക്കലാകാം എന്നുള്ള രീതിയിൽ ബ്രസീൽ കളിക്കാൻ തുടങ്ങിയത്. അത് ആ ഗോൾ വന്നിട്ടില്ല. ആ ഗോൾ മാത്രമേ ഈ ഒരു 90 പ്ലസ് 10 മിനിറ്റ് എക്സ്ട്രാ ടൈം വന്നിരുന്നു. ഇത്രയും സമയത്തിൻ്റെ ഇടയിൽ ഒരു ഗോൾ മാത്രമേ ബ്രസീലിൻ്റേതായിട്ട് പറയാനുള്ളൂ. അത് തന്നെ ബ്രസീലിൻ്റെതെന്നും പറയാൻ പറ്റില്ല, അത് വിനീഷ്യസിൻ്റെ മാത്രമായിരുന്നു. കൃത്യമായിട്ട്, അതായത് നമ്മൾ റയലിലൊക്കെ കാണുന്നതാണ് 1-on സിറ്റുവേഷനിൽ എങ്ങനെയാണ് വിനീഷ്യസ് കളിക്കുക എന്നുള്ളത്. സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കയറിപ്പോയി ഡിഫൻഡർ വേക്ക് ചെയ്തിട്ട് ഒരു ഷോട്ട്. ആ ഷോട്ടിൻ്റെ പവർ എന്ന് പറയുന്നത് 110 km/h ആയിരുന്നു വിനീഷ്യസിൻ്റെ ആ ഷോട്ട്. അതും ഒരു കർവ് ഷോട്ടായിരുന്നു. അവിടെ ഏത് ഗോളി വന്നിട്ടും കാര്യമില്ല, അത് തൊടാൻ കഴിയില്ല എന്നുള്ള സത്യം. അത് വിനീഷ്യസിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ വന്നൊരു പ്രകടനം തന്നെയായിരുന്നു. അതും അവിടെ അഷ്റഫ് ഹക്കീമിയെ നമ്മൾ മറന്നുകൂടാ. അഷ്റഫ് ഹക്കീമി കൃത്യമായിട്ട് കളം നിറഞ്ഞു കളിച്ചൊരു പ്ലെയറാണ്. 2 തവണ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നിന്ന് തെറ്റിപ്പോയത്. ആ 2 തവണ വിനീഷ്യസ് കയറിപ്പോയി, ഒരു തവണ ഗോളും അടിച്ചു. ബാക്കിയുള്ള സമയത്തൊക്കെ കൃത്യമായിട്ട് അഷ്റഫ് ഹക്കീമി ഫ്രണ്ട് ലൈനായാലും ബാക്ക് ലൈനായാലും കൃത്യമായിട്ടുണ്ട്. അദ്ദേഹത്തെ വർക്ക് റേറ്റ് എന്ന് പറയുന്നത് ഭീകരമാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് അത് ഈ മത്സരത്തിലും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയം തന്നെയായിരുന്നു. ഫൈസലെ, ഈ ബ്രസീലിൻ്റെ താരങ്ങൾ മാറ്റി മൊറോക്കോയിലേക്ക് നോക്കുമ്പോൾ 3 പേരുകൾ ആദ്യം എന്തായാലും ഇപ്പോൾ പറഞ്ഞ പോലെ ബ്രാഹിം ഡൈസ് വരും, അഷ്റഫ് ഹക്കീമി വരും, പിന്നെ ഗോൾ അടിച്ച സൈബാരി വരും. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു 18-കാരൻ ഇന്നലെ മനം കവർന്ന ഒരു കാഴ്ച കണ്ടു. അയൂബ് ബുവാദി എന്ന് പറയുന്ന, അതായത് ഇത്രയും പേര് കേട്ട കസമറെ പോലെയുള്ളവർ നിറഞ്ഞു നിൽക്കുന്ന മറുഭാഗത്തെ മധ്യനിര ഒന്നും ചെയ്യാനാകാതെ പൊട്ടിപ്പൊളിഞ്ഞു പോകുമ്പോൾ ഒരു 18-കാരൻ നിന്ന് ബ്രസീലിൻ്റെ ശക്തമായിട്ടുള്ള നിരയെ മറുഭാഗത്ത് തടഞ്ഞു നിർത്തുകയാണ്. അദ്ദേഹം കളി മെനയുന്നുണ്ട്, ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങളെ പൊളിക്കുന്നുണ്ട്. ആ ഒരു 18-കാരൻ്റെ സ്വപ്നതുല്യമായ അരങ്ങേറ്റം എന്ന് വേണം നമുക്ക് പറയാം മൊറോക്കോയെ സംബന്ധിച്ച്. അദ്ദേഹം ഫ്രാൻസിൻ്റെ താരമായിട്ട് കളിച്ചിട്ടുള്ളതാണ് യുവ ടീമുകളിലൊക്കെ. പക്ഷേ അദ്ദേഹം ലോകകപ്പിന് തൊട്ട് മുമ്പായിട്ടാണ് മൊറോക്കോ ഓപ്റ്റ് ചെയ്ത് അദ്ദേഹം വരുന്നത്. പക്ഷേ അതൊരു വലിയ തീരുമാനമാകുന്നു, വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു കളിയിൽ. അത്തരമൊരു യുവതാരത്തിൻ്റെ കൂടി നമ്മൾ മറന്നു പോകരുതെന്ന് തോന്നുന്നു. തീർച്ചയായും ബൗദി സൈബാരി എന്ന് ആ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. ഒപ്പം ഇബ്രാഹിമിൻ്റെ കൂടെ ചേരുന്ന ഈ ഒരു ട്രയോസ് ശരിക്കും ബ്രസീലിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ വിങ്ങിൽ ഡഗ്ലസ് സാന്റോസിൻ്റെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ വിങ് ഡിഫൻഡർ ആണെങ്കിലും അവിടെ നിന്ന് അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല അദ്ദേഹത്തെ. പൂർണ്ണമായും ഒരു സെൻട്രൽ ബാക്കിൻ്റെ റോളിൽ കളിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ബ്രസീൽ കൂടുതൽ ആ ഭാഗത്ത് തന്നെ അഷ്റഫ് ഹക്കീമി കൂടെ വരുന്നത്. അഷ്റഫ് ഹക്കീമി ഉണ്ടാക്കുന്ന മൂവുകളും. അപ്പം മൊറോക്കോ ബ്രസീലിന് ഏറ്റവും കൂടുതൽ പ്രയാസം സൃഷ്ടിച്ചതും ഇവരുടെ ഈ വിങ്ങിലാണ്. അപ്പം ബ്രസീലിന് ആ ഒരു പരിധിവരെ അത് പ്രതിരോധിക്കാൻ സാധിച്ചു എങ്കിൽ പോലും ബോദിയെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്ലെയറാണ്. ഒരു 18 വയസ്സ് മാത്രമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഇപ്പോൾ നമ്മൾ നോക്കുകയായിരുന്നു. അദ്ദേഹം ഒരു
ഫ്രാൻസിൻ്റെ യൂത്ത് ടീമുകളിലൂടെ കടന്നു വന്ന, ഫ്രാൻസിൻ്റെ എല്ലാ യൂത്ത് ഘട്ടങ്ങളിലൂടെയും കടന്നു വന്ന ഒരു താരമാണ് അദ്ദേഹം. സീനിയർ ടീമിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഒരു മൊറോക്കൻ ജേഴ്സി അണിയുന്നത്. മാത്രമല്ല ഫ്രഞ്ച് ലീഗിൽ കളിക്കുന്ന ലില്ലിസിൻ്റെ താരമാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് 18 വയസ്സാകുമ്പോഴേക്ക് തന്നെ എന്നുള്ളതാണ്. ഈ ലോകകപ്പിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ നോട്ട് ചെയ്യേണ്ട യുവതാരങ്ങളിൽ ഒരാളായി ബോധ്യമാറി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അയ്യൂബ് അതിനു മുമ്പ് ചർച്ചകളിലൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യുവതാരങ്ങളുടെ ലിസ്റ്റ് വലിയ രീതിയിലുള്ള ഫുട്ബോൾ മന്ത്രീസുകളെല്ലാം നമ്മളുൾപ്പെടെ സെർച്ച് ചെയ്യുമ്പോഴൊന്നും അയ്യൂബ് വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം ഗംഭീരമായിട്ട് കളിക്കുന്നത്, അതായത് എനിക്കൊന്നും അദ്ദേഹം പ്രൈം ബുസ്കറ്റിസിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. വളരെ കാമാണ്, കൂളാണ്, പ്രത്യേകിച്ച് ബോൾ എടുക്കുന്നതാക്കുന്നു. പിന്നെയും സ്വല്പം മൈനസ് ബോൾ കുറച്ച് അധികം വരുന്നതായിട്ട് തോന്നി. അതിനപ്പുറത്തേക്ക് നല്ല ഗംഭീരമായിട്ടാണ് അദ്ദേഹം കളിച്ചത്. 18 വയസ്സല്ലേ ആയിട്ടുള്ളൂ. വളരെ കൗതുകമുള്ളൊരു കാര്യം, അദ്ദേഹം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ അണ്ടർ 60 മുതൽ അദ്ദേഹം ഫ്രാൻസിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. 21 അദ്ദേഹം ഫ്രാൻസിന്റെ ക്യാപ്റ്റനായിരുന്നു. മെയ് 15 വരെ അദ്ദേഹം ടീമിന്റെ കൂടെ ഉണ്ടായിരുന്നു. മെയ് 26 മൊറോക്കൻ ഫുട്ബോൾ ഫെഡറേഷന് ലോകകപ്പ് സ്ക്വാഡ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഫിഫ അദ്ദേഹത്തിന്റെ പൗരത്വം മാറുന്നതിനുള്ള അങ്ങനെ അദ്ദേഹം മൊറോക്കോയ്ക്ക് വേണ്ടി കളിക്കാന്ന് പറയുന്നത്. ഒരു 10 ദിവസത്തെ ഗ്യാപ്പിന്റെ ഇടയിലാണ് അദ്ദേഹം വരുന്നു. ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ, അതും ബ്രസീലിനെതിരെ കളിക്കാൻ കഴിയുന്നു. അതിൽ ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് തന്നെ പുറത്തെടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏജ് കൂടി നമ്മൾ നോക്കണം. 18 വയസ്സേ ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഈ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലോകകപ്പിൻ്റെ തന്നെ ഒരു പക്ഷേ അവസാന ഘട്ടത്തിൽ കണക്കെടുക്കുമ്പോൾ ഈ ലോകകപ്പിൻ്റെ തന്നെ മികച്ച ഗോളുകളുടെ ആ 2 ഗോളുകളും ഈ മത്സരത്തിലായിരുന്നു ബ്രസീലിൻ്റെ മൊറോക്കോ. ഒപ്പം മാത്രമല്ല, ഈ ലോകകപ്പിൽ ഇതുവരെയുള്ള മത്സരങ്ങളിൽ 1-1 സമനിലയിൽ പിരിയുന്ന 3ാമത്തെ മത്സരം കൂടിയായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, അതിന് തൊട്ട് മുമ്പ് നടന്ന ഖത്തർ സ്വിസ് മത്സരം, അതും ഒരു 1-1 ഗോൾ ഡ്രോയിൽ പിരിയുകയാണ്. നമ്മളവിടെ കാത്തു നിന്നത് മലയാളിയായിട്ടുള്ള 18-കാരനായിട്ടുള്ള തഹസിൻ മുഹമ്മദ് തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. പകരക്കാരുടെ ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിലും കളത്തിലേക്ക് ഇറക്കി വിട്ടില്ല ലെപ്റ്റുഗി. നമുക്ക് പറയാനുള്ളത് ഖത്തറിൻ്റെ വരവിനെ എങ്ങനെ കാണാം? ഖത്തർ കഴിഞ്ഞ തവണ തകർന്നടിഞ്ഞു പോയ ആദ്യ നിലയിൽ പോലും ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകുന്ന, ആദ്യ കളിയിൽ തോൽവി ഏറ്റുവാകുന്ന, നാണക്കേട് ഏറ്റുവാങ്ങിയ ഒരു ടീം ഇപ്പോൾ അവർ ആദ്യ പോയിന്റ് കുറിച്ചിരിക്കുന്ന, അക്കൗണ്ട് തുറന്നിരിക്കുന്ന ലോകകപ്പിൽ എന്നുള്ളതാണ്. അതും സ്വിസ്സിനെതിരെ. വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഹുലൻ ലോപ്പറ്റഗി എന്ന് പറഞ്ഞ കോച്ച് ഉണ്ടാക്കിയ ഒരു മാറ്റമാണത്. ഖത്തർ ഈ ലോകകപ്പിൽ കളിക്കുമോ എന്നുള്ള സംശയം പോലും ഉണ്ടായിരുന്നു. യോഗ്യതാ റൗണ്ടിൽ അവരുടെ തുടക്കത്തിൽ പ്രകടനം വളരെ മോശമായിരുന്നു. UAE-ക്കെതിരെ അടക്കം അവർ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ നിന്നാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത്, ഹുലൻ ലോപ്പറ്റഗിയെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതായത് ഏഷ്യ കപ്പ് നേടിയതിന് ശേഷവും അവർക്ക് അവരുടെ ആ പെർഫോമൻസ് നിലനിർത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരാളും സ്വിറ്റ്സർലൻഡ് പോലുള്ള ഒരു ടീമിനെ ഖത്തർ സമനിലയിൽ തളയ്ക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈവൻ കടുത്ത ഖത്തരി ആരാധകർ പോലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് ഗോൾ നേടുന്നത് ഒരു സ്പോട്ട് കിക്കിൽ നിന്ന്, പെനാൽറ്റി കിക്കിൽ നിന്നാണ് അവർ ഗോൾ നേടുന്നത്. പക്ഷെ ഖത്തർ ആ ഒരു ഗോളിന് പിന്നിൽ നിന്നിട്ട് പോലും കൃത്യമായി അവരുടെ ആ ടാക്ടിക്സ്, അവരുടെ സ്ട്രാറ്റജി കൃത്യമായി അവർ പാലിച്ചു എന്നുള്ളതാണ്. അധികം ഗോൾ വഴങ്ങാതിരിക്കുക, അവസരങ്ങൾക്കായി കാത്തിരിക്കുക, കൃത്യമായി അവസരം വരുമ്പോൾ അത് വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ വലിയ ടീമുകൾ, ഇത്തരം താരതമ്യേന ചെറിയ ടീമുകളെ കിട്ടുമ്പോൾ കൂടുതൽ സ്കോർ ചെയ്യാനുള്ള ഒരു ത്വരയോടുകൂടിയായിരിക്കും വരിക. അപ്പോൾ അതിനൊന്നും അവസരം നൽകാതെ അവരെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ട ഒരു പോയിന്റാണ് ആ ഗ്രൂപ്പിൽ കിട്ടിയത്. ആ ഗ്രൂപ്പിലെ കാനഡയുടെ മത്സരവും സമനിലയിലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് അവർക്ക് ഇനി ഒരു പക്ഷെ നോക്കൗട്ടിലേക്ക് കടക്കാനുള്ള സാധ്യത തെളിയുന്ന വിലപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ് എന്നാണ് ഞാനത് മനസ്സിലാക്കാം. ഷാക്കെ പോലുള്ളൊരു അതിപ്രഗത്ഭനായ താരം നയിക്കുന്ന സ്വിസ്സിനെ പിടിച്ചു കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതും ഒരു ഗോൾ വഴങ്ങിയതിന് ശേഷം അത്രയധികം സമയം അവിടെ പിടിച്ചു. അത് 2 താരങ്ങളുടെ ഒന്ന് കളി അവസാനിക്കുന്നില്ല, ഫൈനൽ വിസിൽ വരെ എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു ക്യാപ്റ്റൻ്റെ പ്രകടനം, ബൗലത്തിൻ്റെ പ്രകടനം നമ്മൾ ഖത്തർ ക്യാപ്റ്റൻ്റെ ഭാഗത്ത് നിന്ന്. അവസാനത്തെ ആ പവർ ഹെഡർ തന്നെയാണ് അതിന് ഉദാഹരണം. മറ്റൊന്ന് ആ ഗോൾ വല കാത്ത ഖത്തറിൻ്റെ ഗോൾ കീപ്പറെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവാത്തൊരവസ്ഥയാണ്. കാരണം ആ ഗോളിയുടെ മികവായിരുന്നു. ഗോളിക്ക് ഫുട്ബോളിൽ കൃത്യമായ റോളുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലെ നടന്ന ഖത്തർ സ്വിസ് മത്സരം എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല. ഉറപ്പായിട്ടും. കാരണം നമ്മളതിനു മുമ്പ്, അതായത് ബ്രസീൽ മത്സരം 3:30 അപ്പോൾ അതിന് മുമ്പുള്ളൊരു മത്സരം എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കുന്നു. പക്ഷേ ഒരു അതിഗംഭീരമായ രീതിയിലാണ് പോകുന്നു. തുടക്കം മുതൽ തന്നെ സ്വിസിന്റെ ആക്രമണങ്ങൾ വരുന്നു. ആദ്യ മത്സരം ഒന്ന് തുടക്കത്തിൽ തന്നെ, അതായത് എനിക്ക് തോന്നുന്നു അതിനകത്ത് സ്വിറ്റ്സർലൻഡ് ഖത്തറിനെ കുറച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം ആ മത്സരത്തിൽ ഉണ്ടായിരുന്നു. കുറച്ചധികം ഗോളുകൾ അവർക്ക് നേടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ബ്രീലംബളോ ഫസ്റ്റ് ഒരു ഗോൾ നേടിയെങ്കിൽ പോലും പിന്നീട് അദ്ദേഹം ഭയങ്കര
സ്ലോ ആയിപ്പോയി. പിന്നെ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ളൊരു മൂവ് ചെയ്യാനും കഴിയുന്നില്ല. മറുവശത്ത് ഖത്തറാവട്ടെ കിട്ടിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ അവർ കംപ്ലീറ്റ്ലി ഒരു ചിറ കിട്ടിയൊക്കെ നിൽക്കുന്ന പോലെ അങ്ങനെ നിന്ന് ഒരവസരം കിട്ടും, ആ അവസരത്തിന് വേണ്ടി കാത്തു നിന്നു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് അക്രം അഫീഫ് അതിനകത്തുണ്ടാക്കിക്കൊണ്ടിരുന്ന നീക്കങ്ങളായിരുന്നു. കൃത്യമായിട്ട് വിങ്ങുകളിലൂടെ കയറിപ്പോയി അദ്ദേഹം നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പരമാവധി എതിർ ടീമിനെയും റഫറിങ്ങിനെ വരെ പരമാവധി ഈ വെറുപ്പിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അതെ 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 അത് ഗംഭീരമായൊരു മൂവ് തന്നെയായിരുന്നു അത്. അതിൽ തന്നെ ഗോൾ കീപ്പറെ കുറിച്ച് ഒരിക്കലും നമുക്ക് ഇതാക്കാതിരിക്കാൻ കഴിയില്ല. കംപ്ലീറ്റ്ലി സിക്സ് മൊത്തം അറ്റാക്ക് ചെയ്ത് കളിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ലൈൻ കാണുമ്പോൾ 11 പേരും ഗോളി ഉൾപ്പെടെ 11 പേരും ഫൈനൽ തേർഡിലുണ്ട്. ഏകദേശം ഫൈനൽ തേർഡ് ഭാഗത്ത് ഒരു 30 യാർഡ് സർക്കിളിൻ്റെ അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത് പോലും. അപ്പോൾ അത്തരത്തിൽ അറ്റാക്ക് ചെയ്യുന്നു. 27 ഷോട്ടുകളാണ് ഇവർ ചെയ്യുന്നത്, സ്വിറ്റ്സർലൻഡ് ചെയ്യുന്നത്. അതിൽ 10 ഓൺ ടാർഗറ്റ് ആണ്. 10 സേവൊക്കെ ഗോളി എന്ന് പറഞ്ഞാൽ ഗോളി തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആ മത്സരത്തിലെ. 70 ബോൾ പൊസിഷൻ എന്ന് പറയുന്നത്, 70-30 ഈ ബോൾ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം കംപ്ലീറ്റ് ഡോമിനൻസ് ചെയ്ത് കളിച്ചിട്ടും മത്സരം പിടിച്ചെടുക്കാൻ ഒരു ഗോൾ അടിച്ചേ തീരുള്ളൂ. അതായത് കുറേ പാസ് ഇട്ടിട്ടും കുറേ ഇതായിട്ടും കാര്യമില്ല എന്നുള്ളത് സ്പെയിനൊക്കെ നമ്മൾ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. 1000 പാസ് ഇട്ടിട്ട് കാര്യമില്ല, ഗോൾ അടിക്കുക ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. ഖത്തർ എന്തായാലും ഒരു വിലപ്പെട്ട ഒരു പോയിന്റ് നേടി. അവരുടെ ലോകകപ്പിലെ ആദ്യത്തെ പോയിന്റ് കൂടിയാണത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ 3 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടിരുന്നു. ഈ മത്സരത്തിലേക്ക് ഇപ്പോൾ നിർണായകമായ ഒരു പോയിന്റ്, ആ ഗ്രൂപ്പിൽ ഒരു പോയിന്റ് നേടുക എന്ന് പറഞ്ഞാൽ മുന്നത്തെ മത്സരം സമനിലയായിരുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം തന്നെയാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അതാണ് ചോദിക്കുന്നത്. അടുത്ത റൗണ്ടിലേക്ക് ഖത്തർ കടക്കാനുള്ള സാധ്യത തുറന്നു കിടക്കുകയാണ്. അതിനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട്? നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഈ പ്രധാന ഗ്രൂപ്പുകളിലെ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു, ഖത്തർ ഇത്തവണ 3-ാം സ്ഥാനക്കാരായിരിക്കും ആ ഗ്രൂപ്പിൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു മികച്ച 8 3-ാം സ്ഥാനക്കാരിൽ ഒരാളായി ഖത്തർ മുന്നേറുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും 2 മികച്ച ഗോളുകൾ ഈ ടൂർണമെന്റ് തന്നെ ഗോളായി മാറാക്കാവുന്ന 2 ഗോളുകൾ ബ്രസീലും മൊറോക്കോയും സമ്മാനിച്ചു. മറുഭാഗത്ത് ഈ ഖത്തറിന്റെ കാര്യം പറഞ്ഞതുപോലെ അവർ ഒരു പോരാട്ട വീര്യം കാണിച്ചു. ഫൈനൽ വിസിൽ വരെ കളി കഴിയുന്നില്ല, അവസാന നിമിഷം വരെ ഗോൾ അടിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. തളരാതെ പൊരുതുക എന്നുള്ളതാണ്. എന്തായാലും 2 നല്ല തീവ്ര മത്സരങ്ങൾ കണ്ട ഒരു രാവാണ് കഴിഞ്ഞു പോയത്. ഇനിയുള്ള വലിയ മത്സരങ്ങൾ വരാനിരിക്കുന്നു. ആവേശത്തിലേക്ക് നമുക്ക് തിരികെ എത്താം ടാക്ടിക്സിൽ മറ്റൊരു എപ്പിസോഡിൽ. നമസ്കാരം.